Thank you very much, Mr. Kukumabu. How are you? A big red group, thanks a lot by Equal Group, all admins. Then അടുത്തതായിട്ട് നമുക്ക് മൈക്കിലേക്ക് വരാൻ പോകുന്ന മറ്റാരുമല്ല നമ്മുടെ പ്രിയങ്കരനായ സിറ്റാനിക ഫ്രണ്ട്സ് ഫോർ എവറിന്റെ അഭിമാന താരം ഫ്രണ്ട്സ് ഫോർ എവർ എന്ന റൂമിന്റെ ബൈലക്സിൽ നിരവധി ഗാനങ്ങൾക്കും നിരവധി സ്കിറ്റുകൾക്കും നിരവധി ലൈവ് ഗാനങ്ങൾക്കും അനുയോജ്യമായ രീതിയിൽ അനുഗ്രഹീതമായി കൊണ്ടിരിക്കുന്നത് നമ്മുടെ ഈ ബൈലക്സിന്റെ രോമാഞ്ചമായിരിക്കുന്ന ഫ്രണ്ട് ഫോർ എവറിന്റെ അഭിമാന താരം സിദ്ധാന്തയാണ് മൈക്കിലേക്ക് വരാൻ പോകുന്നത്. ഒരു പ്രത്യേക അറിയിപ്പുണ്ട്. ഏതാനും നിമിഷങ്ങൾക്കകം ബൈലക്സിന്റെ ഈഗിളിന്റെ 5ാം വാർഷികത്തോടനുബന്ധിച്ച് നടക്കുന്ന ആദ്യ മത്സരമായ കോമഡി സ്കിറ്റ് പ്രോഗ്രാം ഏതാനും നിമിഷങ്ങൾക്കകം തന്നെ ആരംഭിക്കുന്നു. അതിനുവേണ്ടി തെറ്റരായ ടീമുകളിൽ എത്രയും പെട്ടെന്ന് നിങ്ങളുടെ സ്കിറ്റുമായി മുന്നിലേക്ക് വരേണ്ടത് വിനയപുരുഷനും അഭ്യർത്ഥിക്കുകയാണ്. ടീം ക്യാപ്റ്റന്മാരുടെ പ്രത്യക്ഷതയിൽ ഏതാനും നിമിഷങ്ങൾക്ക് തന്നെ കോമഡി സ്കിറ്റ് പ്രോഗ്രാം ആരംഭിക്കുന്നതാണ്. നമുക്ക് സ്വാഗതം ചെയ്യാൻ നമ്മുടെ പ്രിയങ്കരനായ സിദ്ധാനികയെ മൈക്കിലേക്ക്. മിസ്റ്റർ സിദ്ധാനിക, താങ്കൾക്ക് വരാം മൈക്കിലേക്ക്. ഹലോ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഈഗിൾ ഗ്രൂപ്പിന്റെ 5ാം വർഷത്തിൽ എന്റെയും എന്റെ ഫ്രണ്ട്സ് ഗ്രൂപ്പിലെയും ഫ്രണ്ട്സ് ഫോറവറിന്റെയും പേരിൽ എല്ലാവിധ ആശംസകളും നേരുന്നു. വരാൻ കുറച്ച് വൈകിപ്പോയി, ഇന്ന് വെള്ളിയാഴ്ച ആയതുകൊണ്ട് ഇനി അങ്ങോട്ട് എല്ലാ ദിവസവും ഒന്നിച്ചു തന്നെ ഉണ്ടാവും. എല്ലാവർക്കും നല്ലൊരു ശുഭരാത്രിയും അതുപോലെ തന്നെ അസുറു മതിയടാ എല്ലാവർക്കും സുഖമാണെന്നായിരുന്നു. എന്നെങ്ങനെ പൊക്കല്ലേ ജലാൽ ബാദുഷ, കിളികളുടെ കൊഞ്ചാകൻ കൊഞ്ചും കാശ്മീർ എല്ലാവരും ഉണ്ടല്ലേ ഇവിടെ. ഞാനൊരു പാട്ട് പാടിയാലോ ഈ അവസരത്തില്ലേ? അതാണ് എനിക്കൊരു ആഗ്രഹം. നിങ്ങളുടെ ഇത്രയും ആൾക്കാരുടെ സ്നേഹം കാണുമ്പോൾ ഒന്ന് പാടിയാലോ എന്നൊരു തോന്നല്. പാടിയാലോ? പടവാളിന്റെ വിസ്പറാണ്, പാടിയാൽ എറിഞ്ഞു കൊല്ലോ എന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് പാടുന്നില്ല. എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ഞാൻ മൈക്കിലൂടെയാണ്. പടവാൾ മൈക്കിലോട്ട് വന്നോളൂ, ഇവിടെ തന്നെ ഉണ്ട്, എവിടെയും പോകുന്നില്ല. ഓക്കെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വെൽക്കം കൂറ. Yes, thank you very much, Mr. Siddhanika, and our friends forever. Thanks a lot by the support from the Eagle Group's 1st anniversary. Thank you very much. Then അടുത്തതായിട്ട് നമ്മുടെ റൂമിന്റെ അനുഗ്രഹീത കലാകാരൻ, നമ്മുടെ റൂമിന്റെ എല്ലാമായ ഈഗിൾസിന്റെ പൊന്നോമനപുത്രം, ഈഗിൾസിന്റെ ഗ്ലാമർ വസന്തം കിളികളുടെ മനം കവർന്നെടുത്തുകൊണ്ട് ബൈലക്സിന്റെ താരരാജാവ് എന്നറിയപ്പെടുന്നു. നമ്മുടെ എല്ലാം മാണിക്കങ്ങളായി മാറിയിട്ടുള്ള നമ്മുടെ പ്രിയങ്കരനായ ആരാണ്? മറ്റാരുമല്ല, നമ്മുടെ പ്രിയങ്കരനായ ക്യാച്ച് മീ തന്നെയാണ് മൈക്കിലേക്ക് ക്ഷണിക്കുന്നത്. ക്യാച്ച് മീ, താങ്കൾക്ക് വരാം. ക്യാച്ച് മീ അറിയില്ലേ? ക്യാച്ച് മീ ഇവിടെ ഉണ്ട് എന്ന് വിചാരിക്കുന്നുണ്ട്. ഞാൻ ക്യാച്ച് മീക്ക് വരാം മൈക്കിലേക്ക്. സോറി, അദ്ദേഹം ചില സാങ്കേതിക തകരാറ് മൂലം നമ്മളോട് സഹകരിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഏതാനും നിമിഷങ്ങൾക്ക് അദ്ദേഹം തിരിച്ചു വരും. നമുക്ക് വെയിറ്റ് ചെയ്യാം അദ്ദേഹത്തെ. അതിന് മുന്നോടിയായി ബൈലക്സിലെ ഒരു ചാപ്റ്റർ നമ്മുടെ ആശംസ ഈഗിളിന്റെ ഈ 5ാം വാർഷികത്തിൽ എത്തിച്ചതിനുള്ള നമ്മുടെ ഒരു ചാപ്റ്റർ. എനിക്കറിയില്ല, നിങ്ങൾക്കറിയില്ല, പക്ഷെ എല്ലാവർക്കും അറിയാൻ ആഗ്രഹിക്കുന്ന നമ്മുടെ പ്രിയങ്കരനായ അബ്ദുൽ കബീറിനെ ഞാൻ ഹാർദമായി മൈക്കിലേക്ക് ക്ഷണിക്കുന്നു. അബ്ദുൽ കബീറിന് ഈഗിളിന്റെ 5ാമത് ആനിവേഴ്സറിക്ക് എത്തി അദ്ദേഹത്തിന് ഒരു ആശംസ പറയണമെന്ന് അറിയിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും അബ്ദുൽ കബീറിനെ ഞാൻ ഹാർദമായി മൈക്കിലേക്ക് ക്ഷണിക്കുന്നു. മിസ്റ്റർ അബ്ദുൽ കബീർ, പ്ലീസ് ടേക്ക്. അസ്സലാമു അലൈക്കും.
ഈഗിൾ ഗ്രൂപ്പിന്റെ ഈ 5ാമത്തെ ആനിവേഴ്സറിയില് എന്റെ സ്വന്തം പേരിലും അതേപോലെ മലപ്പുറം മഹലിന്റെ പേരിലും ഞാൻ എല്ലാ ഭാവുകങ്ങളും നേർന്നു. ഈ ഈഗിൾ ഗ്രൂപ്പ് 5ാമത്തെ ആനിവേഴ്സറി അവതരിപ്പിക്കുന്നത് പോലെ, കൊണ്ടാടുന്നത് പോലെ ഇനിയും ഇതൊരു 50 കൊല്ലം വരെ കൊണ്ടാടട്ടെ എന്നുള്ള ഒരു പ്രാർത്ഥനയും പറഞ്ഞുകൊണ്ട് ഞാൻ എല്ലാവിധ ആശംസകളും എന്റെ സ്വന്തം പേരിലും അതേപോലെ നമ്മുടെ പ്രിയപ്പെട്ട മലപ്പുറം മഹല്ലിക്ക് സ്ഥിരമായി ഞാൻ ഇരിക്കാറുള്ള നമ്മുടെ മലപ്പുറം മഹലിന്റെ പേരിലും എല്ലാവിധ ഭാവുകങ്ങളും നേരുന്നു. ജയ് ഹിന്ദ്. അസ്സലാമു അലൈക്കും. Thank you very much, Mr. Abdul Kabi. ഞങ്ങളുടെ പ്രിയനായ ഒരു കലാകാരൻ നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നു. ഞങ്ങളുടെ ഒരു പ്രിയകരനും നിങ്ങളുടെ കണ്ണിലുണ്ടിയുമായ നമ്മുടെ എല്ലാവരുടെയും മനസ്സിൽ 1000 കുടിലുകൾ തീർത്തുകൊണ്ട് ബൈലക്സിൽ ഒരു സമയത്ത് വാനമ്പാടിയായി പോലും നടന്നിരുന്ന നമ്മുടെ ഒരു പഴയ കാലങ്ങളിൽ നിന്നും പുതിയ കാലങ്ങളിലേക്ക് എത്തിയിട്ടുള്ള നമ്മുടെ പ്രിയങ്കരനായ ആരാണ് അദ്ദേഹം? അദ്ദേഹം ഇതാ എത്തിക്കഴിഞ്ഞിരിക്കുകയാണ്. നമ്മുടെ പ്രിയങ്കരനായ കുപ്പിപ്പാട്ട തന്നെയാണ് മൈക്കിലേക്ക് വരാൻ പോകുന്നത്. കുപ്പിപ്പാട്ട താങ്കൾക്ക് വരാം മൈക്കിലേക്ക്. ഹലോ അസ്സലാമലൈക്കും. അപ്പൊ എല്ലാ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്കും ഒരു ഹായും കൂടിയൊക്കെ ഉണ്ട്. കൂടെ നീ ചിരിക്കേണ്ട, അതൊക്കെ വല്ലൂരിപ്പോവും. അതുകൊണ്ട് നീ ചിരിക്കുന്നത് വളരെ കുറച്ച് ചിരിക്കുക. കാരണം ജർമ്മനിയിൽ നിന്ന് പല്ല് കൊണ്ടുവന്നിട്ട് വേണം കൂറക്ക് പല്ല് വെച്ചത്. അപ്പൊ അതുകൊണ്ട് കൂറെ അധികം ചിരിക്കരുത്. പിന്നെ ഈ ഈഗിൾ ഗ്രൂപ്പ് എന്ന് പറയുന്നത് എന്റെ പൊന്നോമനൽ റൂമായിരുന്നു. കാരണം പഴയ കുരുവി DJ കളവനും സൂപ്പർ DJ, പിന്നെ ജാസ് KVM, പിന്നെ നമ്മളെ പഴയ കോയ DJ, അങ്ങനെ കുറെ പഴയ ആൾക്കാരൊക്കെ ഉണ്ടായി. നമ്മളെ പഴയ സുഹൃത്തുക്കളുടെ ഒരു റൂം തന്നെയായിരുന്നു. കാരണം ഞാനന്ന് പാസ്പോർട്ടിന്റെ മറ്റേ റൂമിൽ ഇരിക്കുന്ന സമയത്തും കാസർഗോഡ് മണിയമ്പറ കാസർഗോഡ് റൂമിലും ഒക്കെ ഇരിക്കുന്ന അവന്റെ റൂമിലൊക്കെ ഇരിക്കുന്ന സമയത്തും ഈ റൂം എന്നും അതുപോലെ തന്നെ നല്ല ആക്റ്റീവായിട്ട് നിന്നിരുന്നേച്ചു. അന്ന് ഒറ്റ ഇതേ പറയാനുള്ളൂ, കണ്ണാടിയിലേക്ക് സ്വാഗതം. ഈഗിൾ ഗ്രൂപ്പിന്റെ 5ാം വാർഷികം എല്ലാവർക്കും ഞങ്ങൾ ഈഗിൾ ഗ്രൂപ്പിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഈ കണ്ണാടിയുടെ ആദ്യത്തെ ലക്കത്തിൽ നമ്മളെ പാച്ചി, ഷാവുൽ, നിഷ, അഞ്ചക്കുട്ടി, ക്രിസ്റ്റൽ, ക്യാപ്റ്റൻ, അപ്പോ, ബാബു, എല്ലാ സഹോദരിമാർക്കും കണ്ണാടിയിലേക്ക് സ്വാഗതം. അപ്പോൾ കണ്ണാടിയിലേക്ക് നിങ്ങളെല്ലാം സ്വാഗതം ചെയ്തുകൊണ്ടും ഈഗിൾ ഗ്രൂപ്പിന്റെ പരിപാടി ഇന്ന് അങ്ങനെ തുടങ്ങാൻ പോവുകയാണ്. അപ്പോൾ പവി PKD എന്ന് പറഞ്ഞ കള്ളൻ പവിത്രനോട് ഇരുന്ന് ചിരിച്ചിരിക്കുന്നുണ്ട്. കിളികളുടെ എല്ലാവരുടെ ശ്രദ്ധക്ക് ഈഗിൾ ഗ്രൂപ്പ് എന്ന് വളരെ സൗഹൃദവും സന്തോഷവും ദുഃഖവും എല്ലാം നൽകിയിരുന്ന ഒരു നല്ലൊരു സുഹൃത്ത് ബന്ധത്തിന്റെ കൂടാരമായിരുന്നു ഈഗിൾ ഗ്രൂപ്പ്. ആ ഈഗിൾ ഗ്രൂപ്പിൽ കൂറ എന്ന് പറഞ്ഞ ഒരു വ്യക്തി ആദ്യമായി കാലെടുത്ത് വെച്ചു. അന്ന് തുടങ്ങി ഈഗിളിൽ അടിപിടി എല്ലാം തുടങ്ങി. പക്ഷേ ഇന്നും അന്നും ഒരേപോലെ ഒറ്റക്കൈയോടെ കോർത്തു പിടിച്ച് മനുഷ്യച്ചങ്ങല പോലെ ഫ്രണ്ട്ഷിപ്പ് ചങ്ങല ചേർത്ത് വെച്ച് ഈഗിൾ ഗ്രൂപ്പ് ഇന്നും മുന്നോട്ട് പോണതിൽ വളരെ സന്തോഷമുണ്ട്. പിന്നെ ആകെ ഒരു വിഷമം ഉള്ളത്, ഇത്രയും മൾട്ടിപ്പിൾ ID ഇട്ടിട്ട് റൂമും എന്നുള്ള ഒരു കാര്യത്തിൽ മാത്രമേ ഉള്ളൂ. കാരണം ഇതൊന്നുമില്ലാണ്ട് ഈഗിള് ഏറ്റവും മുന്നിൽ തന്നെ നിന്നിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു ഈ ഈഗിൾ ഗ്രൂപ്പിന്. കാരണം കിളവൻ കുരുവിക്ക് കഥ നല്ലോണം അറിയാവുന്നതാണ്. പക്ഷെ ഇന്ന് ആ കാലമൊക്കെ പോയി. കാരണം
ഏറ്റവും മുന്നിൽ ഒരു മൾട്ടിപ്പിൾ ഐഡി അന്നില്ല, ഒരു ഇതില്ല, അന്ന് ബൈലക്സ്